ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സേന വധിച്ച 3 ഭീകരരിൽ ഒരാൾ ചുരുങ്ങിയത് 20 തവണയെങ്കിലും സുരക്ഷാ സേനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങളെയാണ് ഞായറാഴ്ച സംയുക്ത സേന ഓപ്പറേഷനിലൂടെ വധിച്ചത്. 2 വർഷത്തോളമായി ഈ മേഖലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ സെയ്ദുള്ളയാണ് ഏകദേശം 20 തവണ രക്ഷപ്പെട്ട ശേഷം സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാതെ ഒളിഞ്ഞിരിക്കുന്ന ഇനിയും 2 ഭീകരർ കൂടി ഇവിടെയുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികൾ ഉറപ്പിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ദുർഘടമായ തണുത്തുറഞ്ഞ ഈ മേഖലയിൽ സൈന്യം നടത്തുന്ന തെരച്ചിൽ ശരിക്കും വലിയൊരു സാഹസികത തന്നെയാണ്. ഇതൊരു സാധാരണ ഓപ്പറേഷനല്ല. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് ലഭിച്ച വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യം, ജമ്മുകാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, CRPF എന്നിവർ കൈകോർത്ത് ഈ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 15 ദിവസമായി ഈ മേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തി വരികയായിരുന്നു. ഒടുവിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി. സൈന്യം വളഞ്ഞപ്പോൾ അവർ വെടിയുതിർത്തു. അതോടെ ആ പ്രദേശം സ്ഫോടനങ്ങളുടെയും വെടിയൊച്ചകളുടെയും പ്രദേശമായി മാറി. എന്തായാലും ഇതാദ്യമായിട്ടല്ല ചാത്രൂ വനമേഖല ചുവക്കുന്നത് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ മാസവും ഇവിടെ 1/2 ഡസനിലേറെ വെടിവെപ്പുകൾ നടന്നിരുന്നു. അന്നൊരു ഇന്ത്യൻ സൈനികന്റെ ജീവൻ നഷ്ടപ്പെട്ടു, ഒരു ഭീകരനെ വധിച്ചു. ആ സംഭവങ്ങളുടെ തുടർച്ചയായി ഭീകരൻ വീണ്ടും തമ്പടിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രദേശത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം ഇത് വിളിച്ചോതുന്നുണ്ട്. അതിർത്തി കടന്നെത്തുന്ന ഈ ഭീകരർക്ക് പ്രദേശവാസികളിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ടോ എന്ന സംശയം സൈന്യത്തിനുണ്ട്. മഞ്ഞുവീഴ്ച കനക്കുമ്പോൾ ഗുഹകളിലോ വനത്തിനുള്ളിലോ രഹസ്യ താവളങ്ങളിലോ ഒളിച്ചിരിക്കാനുള്ള ഭീകരരുടെ തന്ത്രങ്ങളെയും സൈന്യം മുന്നിൽ കാണുന്നു. കിഷ്ത്വാറിലെ മലനിരകളിൽ വെടിവെപ്പ് തുടരുമ്പോൾ സമീപത്തുള്ള ഗ്രാമങ്ങൾ പൂർണ്ണമായും സൈന്യത്തിന്റെ കണ്ണ് കാവലിലാണ്. ജമ്മുകാശ്മീരിൽ ഭീകരർ നുഴഞ്ഞു കയറാനുള്ള സാധ്യതകൾ തടയാൻ ഓപ്പറേഷൻ സർവശക്തി എന്ന പേരിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡറെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ കഴിഞ്ഞാൽ അത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്ന ഒരു ബിഗ് വിൻ ആയിരിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകര സങ്കേതത്തിലേക്ക് സൈനികർക്ക് വഴികാട്ടിയായത് ഇന്ത്യൻ സേനയുടെ നായ ടൈസൺ. ജെയ്ഷെ മുഹമ്മദിന്റെ 3 ഭീകരരെ വധിക്കാൻ സൈന്യത്തെ സഹായിച്ചതിൽ ടൈസണിന്റെ ധൈര്യം കൂടിയുണ്ട്. ഇന്ത്യൻ സേനയുടെ 2 പാരാവിഭാഗത്തിലെ അംഗമാണ് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ടൈസൺ. ചാത്രുവിലെ ദുർഘടമായ ഭൂപ്രദേശത്ത് ടൈസൺ നൂണ്ടുകയറി. ഇത് ഭീകരവാദികളെ വെടിയുതിർക്കാൻ പ്രേരിപ്പിച്ചു. കാലിൽ വെടിയേറ്റിട്ടും ടൈസൺ മുന്നോട്ട് നീങ്ങുന്നത് തുടർന്നു. ഇത് സൈനികർക്ക് ഭീകരരുടെ സങ്കേതം കൃത്യമായി കണ്ടെത്താനും നിർവീര്യമാക്കാനും സഹായിച്ചു.